ഹലോ ഫ്രണ്ട്സ്, ഒരു പുതിയ ചാനൽ തുടങ്ങി. ആ ചാനലിൽ നമ്മൾ ചെയ്യേണ്ട ഇമ്പോർട്ടൻ്റ് ആയ കുറച്ച് സെറ്റിങ്സ് ഉണ്ട്. ഈ സെറ്റിങ്സ് എല്ലാം നമ്മുടെ ചാനലിൽ ചെയ്താലാണ് നമ്മുടെ ചാനലിൽ നല്ല ഗ്രോത്ത് എല്ലാം ലഭിക്കുക. അതിനാൽ തന്നെ ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായി കാണുക. ഒരു ചാനൽ ക്രിയേറ്റ് ചെയ്തതിന് ശേഷം എന്തെല്ലാം ഇമ്പോർട്ടൻ്റ് ആയ കാര്യങ്ങളാണ് നമ്മൾ ആഡ് ചെയ്യേണ്ടത് എന്നെല്ലാം ഇതിൽ എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഇതിനായി ആദ്യം നമ്മൾ ക്രോം ബ്രൗസർ ഓപ്പൺ ചെയ്യുക. അതിനുശേഷം ഇവിടെ m.youtube.com എന്ന സൈറ്റിലാണ് പോകേണ്ടത്. ഇപ്പോൾ ഇത് ഡിഫോൾട്ടായി ഡെസ്ക്ടോപ്പ് സൈറ്റിൽ വന്നിട്ടുണ്ട്. ഇങ്ങനെ ഡെസ്ക്ടോപ്പ് സൈറ്റ് ലഭിക്കാത്തവർ ഈ 3 ഡോട്ടിൽ ക്ലിക്ക് ചെയ്തതിന് ശേഷം ഇവിടെ ഡെസ്ക്ടോപ്പ് സൈറ്റ് എന്നൊരു ഓപ്ഷൻ കിട്ടും. ഇതിൽ ടിക്ക് മാർക്ക് കൊടുക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഇത്തരത്തിൽ ഒരു സ്ക്രീൻ ലഭിക്കും. ഇനി നമ്മൾ ഇവിടെ നിന്നും ഈ പ്രൊഫൈൽ ഐക്കണിൽ ക്ലിക്ക് ചെയ്ത് യൂട്യൂബ് സ്റ്റുഡിയോ എന്ന ഓപ്ഷനിൽ പോവുക. ഇപ്പോൾ നമ്മൾക്ക് ഇവിടെ ഓപ്പൺ വിത്ത് YT സ്റ്റുഡിയോ അതുപോലെ ക്രോം എന്ന് ചോദിക്കുന്നുണ്ട്. നമ്മൾ ഇത് ക്രോം ബ്രൗസർ യൂസ് ചെയ്താണ് ഇത് ഓപ്പൺ ചെയ്യേണ്ടത്. അതിനാൽ ഞാൻ ക്രോം എന്ന് സെലക്ട് ചെയ്തു. ഇനി നമ്മൾ ഇവിടെ വന്നിരിക്കുന്ന ഈ ഒരു 3 ലൈനിൽ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം ഇവിടെ താഴെയായി നമുക്ക് സെറ്റിംഗ്സ് എന്നൊരു ഓപ്ഷൻ കിട്ടും. ഇതിൽ ക്ലിക്ക് ചെയ്യാം. ഇവിടെ ഞാൻ ജനറൽ എന്നതിൽ ആദ്യമായി സെലക്ട് ചെയ്തിരിക്കുന്നത് INR എന്നതാണ്, ഇന്ത്യൻ റുപ്പീസ്. അതിന് താഴെയായി ചാനൽ എന്നൊരു ഓപ്ഷൻ കിട്ടും. ഇതിൽ ക്ലിക്ക് ചെയ്യാം. ഇത്തരത്തിൽ ചാനൽ എന്നതിൽ പോയാൽ നമുക്ക് ബേസിക് ഇൻഫോ എന്ന ടാബാണ് ആദ്യം കിട്ടുക. ഇവിടെ നമ്മൾ ആദ്യമായി സെലക്ട് ചെയ്യേണ്ടത് കൺട്രി ഓഫ് റെസിഡൻസ് ആണ്. അപ്പോൾ നമ്മൾ ഇവിടെ ഇന്ത്യ എന്ന് തന്നെയാണ് സെലക്ട് ചെയ്യേണ്ടത്. അല്ലെങ്കിൽ നിങ്ങൾ എവിടെയാണ് താമസിക്കുന്നത് ആ ഒരു കൺട്രിയാണ് നിങ്ങൾ ഇവിടെ സെലക്ട് ചെയ്യേണ്ടത്. അതിനുശേഷം ഇവിടെ നമ്മൾ നമ്മുടെ ചാനലിന് അനുബന്ധമായ കീവേഡ്സ് എല്ലാം സെലക്ട് ചെയ്യണം. ഇത്തരത്തിൽ കീവേഡ്സ് കൊടുക്കുമ്പോൾ നമ്മുടെ ചാനലിൻ്റെ പേര്, അതുപോലെ നമ്മുടെ ചാനൽ ഏത് ടൈപ്പ് ചാനലാണ്, അതായത് കുക്കിംഗ് എല്ലാം ആണെങ്കിൽ നിങ്ങൾക്ക് കുക്കിംഗ്, അല്ലെങ്കിൽ ലൈഫ് സ്റ്റൈൽ എല്ലാം ആണെങ്കിൽ ലൈഫ് സ്റ്റൈൽ, ഇത്തരത്തിൽ അതിന് അനുബന്ധമായ കീവേഡ്സ് എല്ലാം കൊടുക്കണം. എന്നാൽ മാത്രമാണ് നമ്മുടെ ചാനൽ സെർച്ചിലെല്ലാം വരിക. അതിനാൽ തന്നെ കീവേഡ്സ് എല്ലാം കറക്റ്റായി കൊടുക്കുക. ഇപ്പോൾ എൻ്റേത് ഒരു ടെക് ചാനൽ ആയതുകൊണ്ട് തന്നെ ഞാൻ ഇവിടെ യൂട്യൂബ് ടെക് ടിപ്സ് എന്നെല്ലാം കൊടുത്തിട്ടുണ്ട്. അതുപോലെ മലയാളം, ടെക് ന്യൂസ്, ആൻഡ്രോയിഡ് ട്രിക്സ്, ഐഫോൺ ട്രിക്സ്, ഇങ്ങനെയുള്ള കീവേഡ്സ് എല്ലാം ഞാനിവിടെ യൂസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങളുടെ ചാനൽ ഏത് തരത്തിലുള്ള ചാനലാണ് അതിനനുസരിച്ചുള്ള കീവേഡ് എല്ലാം നിങ്ങൾ ഇവിടെ സെലക്ട് ചെയ്യുക. അതിനുശേഷം അടുത്തൊരു ടാബ് വന്നിരിക്കുന്നത് അഡ്വാൻസ്ഡ് സെറ്റിംഗ്സ് എന്നാണ്. ഡു യു സെറ്റ് ദിസ് ചാനൽ ആസ് മെയ്ഡ് ഫോർ കിഡ്സ് എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ കിഡ്സിൻ്റെ കണ്ടൻ്റ് ഒന്നും തന്നെ അപ്ലോഡ് ചെയ്യുന്നില്ല. അതിനാൽ തന്നെ ഞാൻ ഈ സെക്കൻഡ് ഓപ്ഷനാണ് സെലക്ട് ചെയ്തിരിക്കുന്നത്. അതായത് ഞാൻ കൊടുത്തിരിക്കുന്നത് ഈ ചാനൽ കിഡ്സിനുള്ള ചാനലല്ല എന്നാണ്. അതായത് ഞാൻ അപ്ലോഡ് ചെയ്യുന്ന ഒരു വീഡിയോസും കിഡ്സിന് വേണ്ടിയുള്ളതല്ല. അതിനാൽ തന്നെയാണ് ഞാൻ ഈ ഒരു സെക്കൻഡ് ഓപ്ഷൻ സെലക്ട് ചെയ്തിരിക്കുന്നത്. എന്നാൽ നിങ്ങൾ കിഡ്സിന് വേണ്ടിയുള്ള വീഡിയോസ് എല്ലാം അപ്ലോഡ് ചെയ്യുന്നുവെങ്കിൽ നിങ്ങൾ ആദ്യത്തെ ഓപ്ഷനാണ് സെലക്ട് ചെയ്യേണ്ടത്. ഇനി അല്ല എങ്കിൽ ഐ വാണ്ട് ടു റിവ്യൂ ദിസ് സെറ്റിംഗ്സ് ഫോർ എവരി വീഡിയോ എന്നൊരു ഓപ്ഷൻ ഉണ്ട്. അതായത് നിങ്ങൾ മിക്സ് ചെയ്ത് കണ്ടന്റ് എല്ലാം അപ്ലോഡ് ചെയ്യുമ്പോൾ ചിലത് നിങ്ങൾ കിഡ്സിന് വേണ്ടിയുള്ളതാണ്, ചിലത് കിഡ്സിന് വേണ്ടിയുള്ളതല്ല. അപ്രകാരം അപ്ലോഡ് ചെയ്യുന്നവർക്ക് ഈ മൂന്നാമത്തെ ഓപ്ഷൻ സെലക്ട് ചെയ്യാം. അതിനാൽ തന്നെ നിങ്ങൾ ഓരോ തവണ നിങ്ങളുടെ വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോഴും ആ വീഡിയോ കിഡ്സിനുള്ളതാണോ അല്ലയോ എന്ന് ചോദിക്കും. അപ്പോൾ നിങ്ങൾക്ക് അതിനനുസരിച്ചുള്ള ഓപ്ഷൻ അപ്ലോഡ് ചെയ്യുമ്പോൾ സെലക്ട് ചെയ്യാം. ഇനി അടുത്തതായി വന്നിരിക്കുന്ന ഒരു ഓപ്ഷനാണ് ഫീച്ചർ എലിജിബിലിറ്റി. ഇവിടെയാണ് പുതുതായി ഒരു ചാനൽ തുടങ്ങിയവർ ശ്രദ്ധിക്കേണ്ട കാര്യം. നിങ്ങൾക്ക് ഇവിടെ ആദ്യത്തെ ഓപ്ഷൻ ഇപ്പോൾ എനേബിൾ ആയിരിക്കും. അതുപോലെ ഇൻ്റർമീഡിയറ്റ് ഫീച്ചർ എന്നതാണ് സെക്കൻഡ് ഓപ്ഷൻ വന്നിരിക്കുന്നത്. ഈ ആദ്യത്തെ ഫീച്ചർ ഡിഫോൾട്ടായി ഒട്ടുമിക്ക ചാനലിനും എനേബിൾ ആയിരിക്കും. ഈ ഇൻ്റർമീഡിയറ്റ് ഫീച്ചർ ഓൺ ആകുന്നതിന് അല്ലെങ്കിൽ എനേബിൾ ആകുന്നതിന് നമ്മൾ നമ്മുടെ ഫോൺ നമ്പർ വേരിഫൈ ചെയ്യേണ്ടതുണ്ട്. അപ്പോൾ നിങ്ങളുടെ ചാനലിൽ നിങ്ങളുടെ ഫോൺ നമ്പർ വേരിഫൈ ചെയ്യുക. എങ്ങനെയാണ് ഫോൺ നമ്പർ വേരിഫൈ ചെയ്യേണ്ടത് എന്നതിനെക്കുറിച്ച് ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്. കാണാത്തവർ ആ വീഡിയോ കണ്ടു നോക്കുക. ഇനി നിങ്ങൾക്ക് അതിന് താഴെയായി അഡ്വാൻസ്ഡ് ഫീച്ചർ എന്നൊരു ഓപ്ഷൻ കിട്ടും. എന്താണ് ഈ അഡ്വാൻസ്ഡ് ഫീച്ചർ എന്ന് നോക്കാം. അഡ്വാൻസ്ഡ് ഫീച്ചർ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നിങ്ങൾക്ക് കുറേ ഓപ്ഷൻസ് എല്ലാം എനേബിൾ ആകുന്നതിന് വേണ്ടി ഈ ഒരു കാര്യം നിങ്ങൾ എനേബിൾ ചെയ്യണം.
അതായത് കൂടുതൽ ലൈവ് സ്ട്രീമിംഗ് എല്ലാം ചെയ്യണമെങ്കിൽ, അതുപോലെ കൂടുതൽ അപ്ലോഡ്സ് എല്ലാം നിങ്ങളുടെ ചാനലിൽ ചെയ്യണമെങ്കിൽ, കൂടുതൽ ഷോർട്സ് വീഡിയോസ് എല്ലാം ദിവസത്തിൽ ചെയ്യണമെങ്കിൽ, ഇങ്ങനെ ലൈവ് സ്ട്രീമിംഗ്, അതുപോലെ വീഡിയോസിന്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കണമെങ്കിൽ, അപ്പീലിംഗ് കണ്ടന്റ് ID ക്ലെയിം, എലിജിബിൾ ടു അപ്ലൈ ഫോർ മോണിറ്റൈസേഷൻ, ഈ എല്ലാ കാര്യങ്ങൾക്കും ഈ ഒരു മൂന്നാമത്തെ അഡ്വാൻസ്ഡ് ഫീച്ചർ എനേബിൾ ആയിരിക്കണം. അപ്പോൾ ഇത് എനേബിൾ ആകുന്നതിനുള്ള 3 ഓപ്ഷൻസ് ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഒന്ന് വീഡിയോ വെരിഫിക്കേഷൻ ആണ്. വീഡിയോ വെരിഫിക്കേഷൻ നമ്മൾ ഒരു ചെറിയ വീഡിയോ ക്രിയേറ്റ് ചെയ്ത് അത് അയച്ച് നമുക്ക് വെരിഫിക്കേഷൻ കംപ്ലീറ്റ് ചെയ്യാം. അല്ലെങ്കിൽ നമുക്ക് വാലിഡ് ID പ്രൂഫ് എല്ലാം കൊടുത്ത് നമുക്ക് ഈ ഒരു വെരിഫിക്കേഷൻ പ്രോസസ്സ് കംപ്ലീറ്റ് ചെയ്യാം. അപ്പോൾ ഇവിടെ നമ്മൾ ക്ലിക്ക് ചെയ്യുമ്പോൾ ഇവിടെ ഇതിൻ്റെ ഇൻഫർമേഷൻ എല്ലാം ലഭിക്കുന്നുണ്ട്. അതായത് പാസ്പോർട്ട് അല്ലെങ്കിൽ ഡ്രൈവിംഗ് ലൈസൻസ്, ഇത്തരത്തിലുള്ള ഡോക്യുമെൻ്റ് എല്ലാം കൊടുത്ത് നമുക്ക് ഈ ഒരു ID വെരിഫിക്കേഷൻ കംപ്ലീറ്റ് ചെയ്യാം. ഇനി അതിന് താഴെയായി വന്നിരിക്കുന്നതാണ് ചാനൽ ഹിസ്റ്ററി. ഈ ചാനൽ ഹിസ്റ്ററി എന്നത് നമ്മൾ 2 മാസമെല്ലാം നമ്മൾ കറക്റ്റായി വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്യുമ്പോൾ നമ്മുടെ ചാനലിൽ ഓട്ടോമാറ്റിക്കായി ഹിസ്റ്ററി ക്രിയേറ്റ് ആവുകയും അതുവഴി ഈ വെരിഫിക്കേഷൻ പ്രോസസ്സ് കംപ്ലീറ്റ് ആവുകയും ചെയ്യും. അതിനാൽ തന്നെ 2 മാസം നിങ്ങൾ വെയിറ്റ് ചെയ്യുകയാണെങ്കിൽ, നിങ്ങൾ വീഡിയോസ് എല്ലാം യൂട്യൂബ് കമ്മ്യൂണിറ്റി ഗൈഡ് ലൈൻ അനുസരിച്ച് അപ്ലോഡ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ചാനലിൽ ഈ ഒരു ഹിസ്റ്ററി ക്രിയേറ്റ് ആവുകയും അതുവഴി നിങ്ങളുടെ ഈ വെരിഫിക്കേഷൻ കംപ്ലീറ്റ് ആവുകയും ചെയ്യും. ഒട്ടുമിക്ക ചാനലുകളും ഈ മൂന്നാമത്തെ ഓപ്ഷൻ, അതായത് ചാനൽ ഹിസ്റ്ററി ക്രിയേറ്റ് ചെയ്യുന്നതിന് വെയിറ്റ് ചെയ്ത് ഈ ഒരു അഡ്വാൻസ്ഡ് ഫീച്ചർ എനേബിൾ ചെയ്യുകയാണ് ചെയ്യാറ്. എന്നാൽ അർജൻറ്റായി ഈ ഒരു ഫീച്ചർ എല്ലാം ലഭിക്കണമെങ്കിൽ ഇത്തരത്തിൽ നിങ്ങൾക്ക് വീഡിയോ വെരിഫിക്കേഷനിലൂടെയോ അല്ലെങ്കിൽ നിങ്ങൾക്ക് വാലിഡ് ID പ്രൂഫ് എല്ലാം നൽകിയോ ഈ ഒരു പ്രോസസ്സ് കംപ്ലീറ്റ് ചെയ്യാം. ഇനി നമുക്ക് അടുത്തതായി വന്നിരിക്കുന്ന ഒരു ഓപ്ഷനാണ് അപ്ലോഡ് ഡിഫോൾട്ട്സ്. അപ്ലോഡ് ഡിഫോൾട്ട്സ് എന്നത് നമുക്കിവിടെ ഡിസ്ക്രിപ്ഷൻ, ടൈറ്റിൽ, അതുപോലെ നമുക്ക് കുറച്ച് ടാഗ്സ്, നമ്മൾ കോമൺ ആയി വീഡിയോക്ക് യൂസ് ചെയ്യുന്ന കാര്യങ്ങളെല്ലാം ഇവിടെ ആഡ് ചെയ്യാൻ സാധിക്കും. അതായത് ഡിസ്ക്രിപ്ഷനിൽ നമ്മൾ എല്ലാ വീഡിയോയ്ക്കും കൊടുക്കുന്ന കുറച്ച് ടാഗ്സ്, ഡിസ്ക്രിപ്ഷൻ, ഉദാഹരണമായി പറയുകയാണെങ്കിൽ ഞാൻ ഇവിടെ ഇൻസ്റ്റാഗ്രാം ID എല്ലാ ഡിസ്ക്രിപ്ഷനിലും കൊടുക്കാറുണ്ട്. ഇത്തരത്തിലുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ ഇവിടെ ആഡ് ചെയ്യുക. അതിനാൽ തന്നെ എല്ലാ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോഴും നമുക്ക് ഈ ഇൻഫർമേഷൻ റിപ്പീറ്റ് ചെയ്ത് ടൈപ്പ് ചെയ്യേണ്ടതില്ല. അതിനാൽ തന്നെ ഒരുപാട് സമയമെല്ലാം സേവ് ചെയ്യാനും നമുക്ക് ഇതുപോലെ അപ്ലോഡ് ഡിഫോൾട്ട് സെറ്റ് ചെയ്യുന്നത് കൊണ്ട് സാധിക്കും. അതുപോലെ നമ്മൾ കോമൺ ആയി യൂസ് ചെയ്യുന്ന ടാഗ്, അത് ഇവിടെ ടാഗ്സ് എന്നതിൽ കൊടുക്കാം. അതായത് ഞാൻ വീഡിയോയ്ക്ക് കോമൺ ആയി യൂസ് ചെയ്യുന്ന കുറച്ച് ടാഗ്സ് ഉണ്ട്. അതായത് എൻ്റെ ചാനലിൻ്റെ പേര്, അതുപോലെ എൻ്റെ പേര്, ഇത്തരത്തിൽ കുറച്ച് കാര്യങ്ങളെല്ലാം ഞാനിവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്കും ഇതുപോലെ ഈ അപ്ലോഡ് ഡിഫോൾട്ട്സിൽ കോമൺ ആയി നിങ്ങൾ എല്ലാ വീഡിയോയ്ക്കും യൂസ് ചെയ്യുന്ന ഇൻഫർമേഷൻസ് എല്ലാം എൻ്റർ ചെയ്യാം. എന്നാൽ നിങ്ങൾ മൊബൈലിൽ ഈ ഒരു വീഡിയോ എല്ലാം അപ്ലോഡ് ചെയ്യുമ്പോൾ ഈ അപ്ലോഡ് ഡിഫോൾട്ട്സ് അതിലേക്ക് ആഡ് ആവുകയില്ല. നിങ്ങൾ ഡെസ്ക്ടോപ്പ് അല്ലെങ്കിൽ ലാപ്ടോപ്പ് എല്ലാം യൂസ് ചെയ്താണ് നിങ്ങളുടെ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത് എങ്കിൽ നിങ്ങൾക്ക് ഈ അപ്ലോഡ് ഡിഫോൾട്ട്സ് എന്നതിൽ കൊടുത്തിരിക്കുന്നത് നിങ്ങളുടെ വീഡിയോ അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് ഓട്ടോമാറ്റിക്കായി അതിലേക്ക് റിഫ്ലക്റ്റ് ആകുന്നത് കാണാം. അപ്പോൾ ഇതാണ് അപ്ലോഡ് ഡിഫോൾട്ട്സ് എന്നത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി അടുത്തതായി നമുക്ക് വന്നിരിക്കുന്നത് അഡ്വാൻസ്ഡ് സെറ്റിംഗ്സ് ആണ്. ഇവിടെയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം. നമ്മുടെ സ്റ്റാൻഡേർഡ് യൂട്യൂബ് ലൈസൻസ് എന്നത് തന്നെയാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് എന്ന് ഉറപ്പുവരുത്തുക. അതുപോലെ സയൻസ് ആൻഡ് ടെക്നോളജി എന്നതാണ് ഞാൻ ഇവിടെ എൻ്റെ ചാനലിന് കൊടുത്തിരിക്കുന്ന കാറ്റഗറി. നിങ്ങളുടെ ചാനലിന് ഏത് കാറ്റഗറിയാണ് സ്യൂട്ട് ആകുന്നത് അത് ഇതുപോലെ ഡ്രോപ്പ് ഡൗൺ ചെയ്ത് നിങ്ങൾക്ക് ഇതിൽ നിന്നും ഇഷ്ടപ്പെട്ട കാറ്റഗറി സെലക്ട് ചെയ്യുക. കറക്റ്റായ കാറ്റഗറി എല്ലാം സെലക്ട് ചെയ്യുമ്പോഴാണ് നമ്മുടെ ചാനൽ പെട്ടെന്ന് ഗ്രോത്ത് എല്ലാം സംഭവിക്കുക. അതിനാൽ തന്നെ നിങ്ങൾ കറക്റ്റായ ചാനൽ കാറ്റഗറി സെലക്ട് ചെയ്യാൻ ശ്രദ്ധിക്കുക. എങ്ങനെയാണ് ഓരോ ചാനലിനും വേണ്ട ചാനൽ കാറ്റഗറി എല്ലാം സെലക്ട് ചെയ്യുന്നത് എന്നതിനെക്കുറിച്ച് ഞാൻ കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. അറിയാത്തവർ ആ വീഡിയോ കണ്ടു നോക്കുക. ഇനി നിങ്ങൾക്ക് ഇവിടെ വീഡിയോ ലാംഗ്വേജ് എന്നത് ചോദിക്കുന്നുണ്ട്. വീഡിയോ ലാംഗ്വേജ് മലയാളം എന്നാണ് ഞാൻ കൊടുത്തിരിക്കുന്നത്. നിങ്ങൾ ഏത് ലാംഗ്വേജിലാണ് വീഡിയോ ചെയ്യുന്നത് അത് നിങ്ങൾക്ക് ഇവിടെ കൊടുക്കാം. അതിനുശേഷം ഇവിടെ ടൈറ്റിൽ ആൻഡ് ഡിസ്ക്രിപ്ഷൻ ലാംഗ്വേജ് ഞാൻ ഇംഗ്ലീഷാണ് സെലക്ട് ചെയ്തിരിക്കുന്നത്. ഇത്തരത്തിലെല്ലാമാണ് ഞാൻ ഈ ഒരു സെറ്റിങ്സ് എല്ലാം കൊടുത്തിരിക്കുന്നത്. അതുപോലെ കമൻറ്റ്സ് എന്നതിൽ ഞാൻ ഹോൾഡ് പൊട്ടൻഷ്യലി ഇൻഅപ്രോപ്രിയേറ്റ് കമൻറ്റ്സ് ഫോർ റിവ്യൂ എന്ന് കൊടുത്തിട്ടുണ്ട്.
അതായത് പ്രോപ്പർ അല്ലാത്ത കമൻസ് എല്ലാം വരികയാണെങ്കിൽ അത് റിവ്യൂവിന് വേണ്ടി ഹോൾഡ് ചെയ്യും. അതുപോലെ അതിന് താഴത്തായി വന്നിരിക്കുന്ന ഒരു ഓപ്ഷനാണ് ഷോ ഹൗ മെനി വ്യൂവേഴ്സ് ലൈക്ക് ദിസ് വീഡിയോ. അതായത് നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് എത്ര പേർ ലൈക്ക് ചെയ്യുന്നുണ്ട് എന്നത് കാണിക്കാനാണ് ഇവിടെ പറയുന്നത്. ഇത് അൺടിക്ക് ചെയ്യുകയാണെങ്കിൽ മറ്റുള്ളവർക്ക് ഈ ഇൻഫർമേഷൻ ഒന്നും ലഭിക്കുകയില്ല. ഇനി നമുക്ക് ഇതിന് താഴെയായി പെർമിഷൻസ് എന്നൊരു ഓപ്ഷൻ കിട്ടും. പെർമിഷൻ എന്നത് നമ്മൾ ഇവിടെ ഇൻവൈറ്റ് എന്നതിൽ പോയി കഴിഞ്ഞാൽ നമ്മുടെ ചാനൽ മാനേജ് ചെയ്യുന്നതിന്, നമ്മുടെ വീഡിയോ അത് എഡിറ്റ് ചെയ്യുന്നതിന്, അതുപോലെ നമ്മുടെ സബ് ടൈറ്റിൽ എഡിറ്റ് ചെയ്യുന്നതിന്, ഇത്തരത്തിൽ പല റോൾസ് എല്ലാം നമുക്ക് ആർക്കെങ്കിലും നൽകാൻ സാധിക്കും. അതായത് ചാനൽ മാനേജ് ചെയ്യാൻ, എഡിറ്റ് ചെയ്യാൻ എഡിറ്റർ ലിമിറ്റഡ്, സബ് ടൈറ്റിൽ എഡിറ്റർ, വ്യൂവർ ലിമിറ്റഡ്, ഇത്തരത്തിലുള്ള കാര്യങ്ങളെല്ലാം നമുക്കിവിടെ കിട്ടും. അതായത് നമുക്ക് പല ആളുകളെ ഇത്തരത്തിലുള്ള കാര്യങ്ങളെല്ലാം നമ്മുടെ ചാനലിന് വേണ്ടി ഏൽപ്പിക്കാം. എങ്ങനെയാണ് ഇതെല്ലാം ചെയ്യുന്നത് എന്നതിനെക്കുറിച്ച് ഞാൻ മറ്റൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്. കാണാത്തവർ ആ വീഡിയോ കണ്ടു നോക്കുക. അപ്പോൾ ഇത്തരത്തിലുള്ള കാര്യങ്ങളാണ് ഈ പെർമിഷൻ എന്നതിൽ വന്നിരിക്കുന്നത്. അടുത്തതായി വന്നിരിക്കുന്നതാണ് കമ്മ്യൂണിറ്റി. ഇവിടെ നമുക്ക് ഓട്ടോമേറ്റഡ് ഫിൽറ്റേഴ്സ് എന്ന് കാണുന്നുണ്ട്. അതുപോലെ നമുക്ക് മാനേജിങ് മോഡറേറ്റേഴ്സിനെ എല്ലാം ആഡ് ചെയ്യാൻ, അതുപോലെ സ്റ്റാൻഡേർഡ് മോഡറേറ്റേഴ്സിനെ എല്ലാം ആഡ് ചെയ്യുന്നതിന്, അപ്രൂവ്ഡ് യൂസേഴ്സിനെ ആഡ് ചെയ്യുന്നതിന്, അതുപോലെ ഹിഡൻ യൂസേഴ്സ്, നമുക്ക് ആരെങ്കിലും ഹിഡൻ ചെയ്യണമെങ്കിൽ അതിനുള്ള ഓപ്ഷൻസ് എല്ലാം ഇവിടെ കിട്ടും. അതുപോലെ നമുക്ക് കമൻസിൽ ഏതെങ്കിലും വേർഡ്സ് എല്ലാം വരുമ്പോൾ അത് ബ്ലോക്ക് ചെയ്യാനുള്ള ഓപ്ഷൻ എല്ലാം ഇവിടെ കിട്ടും. ബ്ലോക്ക്ഡ് വേർഡ്സ് എന്നൊരു ഓപ്ഷൻ, നമുക്ക് കമൻറ്റിൽ ചില വേർഡ്സ് എല്ലാം വരുന്നത്, അത്തരത്തിലുള്ള വേർഡ്സ് എല്ലാം ഇവിടെ ആഡ് ചെയ്യുകയാണെങ്കിൽ അത്തരത്തിൽ വരുന്ന കമൻസ് എല്ലാം ബ്ലോക്ക് ചെയ്യും. അതായത് നമ്മൾ കൊടുത്തിരിക്കുന്ന കുറച്ച് വേർഡ്സ് എല്ലാം അത് റിപ്പീറ്റായി വരുന്നുണ്ട് എങ്കിൽ ഇവിടെ നിങ്ങൾ ആഡ് ചെയ്യുകയാണെങ്കിൽ അത്തരത്തിലുള്ള കമൻറ്റ് ബ്ലോക്ക് ചെയ്യപ്പെടും. അപ്പോൾ നല്ലൊരു ഓപ്ഷനാണ് അത്. അതിനുശേഷം ഇവിടെ അടുത്തതായി വന്നിരിക്കുന്നതാണ് ഡിഫോൾട്ട്സ് എന്നത്. ഇത് നമ്മൾ നേരത്തെ പറഞ്ഞതാണ് ഹോൾഡ് പൊട്ടൻഷ്യലി ഇൻഅപ്രോപ്രിയേറ്റ് കമൻസ് എന്നത്. ഇനി നിങ്ങൾക്ക് കമൻസ് ഒന്നും നിങ്ങളുടെ ചാനലിൽ വേണ്ട എങ്കിൽ ഇവിടെ ഡിസേബിൾ കമൻസ് എന്ന് കൊടുക്കുകയാണെങ്കിൽ ആർക്കും നിങ്ങളുടെ വീഡിയോസിൽ കമൻസ് ഒന്നും അയക്കാൻ സാധിക്കില്ല. അപ്പോൾ ഇത്തരത്തിലുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ ഇവിടെ ഡിഫോൾട്ട്സ് എന്ന സെറ്റിങ്സിൽ പോയി സെറ്റ് ചെയ്യാൻ സാധിക്കും. ഇത്രയും കാര്യങ്ങൾ നമ്മൾ ഒരു പുതിയ ചാനൽ സെറ്റ് ചെയ്തതിന് ശേഷം ആഡ് ചെയ്യേണ്ടതുണ്ട്. അതിനുശേഷം നമ്മൾ ആഡ് ചെയ്യേണ്ട മറ്റു കുറച്ച് കാര്യങ്ങൾ കൂടി നോക്കാം. ഇതിനായി നമുക്ക് ഇവിടെ പ്രൊഫൈൽ ഐക്കണിൽ ക്ലിക്ക് ചെയ്തതിന് ശേഷം യുവർ ചാനൽ എന്നതിൽ പോവുക. ഇവിടെ നമ്മൾ ക്രോം ബ്രൗസർ യൂസ് ചെയ്ത് ഇത് ഓപ്പൺ ചെയ്യാം. ഇനി നമുക്കിവിടെ കസ്റ്റമൈസ് ചാനൽ എന്നൊരു ഓപ്ഷൻ കിട്ടും. ഇതിൽ ക്ലിക്ക് ചെയ്യുക. ഇവിടെ നിന്ന് നമ്മൾ ക്രോം എന്നത് സെലക്ട് ചെയ്യുകയാണ്. ഇപ്പോൾ നമുക്ക് നമ്മുടെ ചാനൽ കസ്റ്റമൈസേഷൻ പേജിലേക്കാണ് ഇത് വരുന്നത്. ഇപ്പോൾ ഇത്തരത്തിൽ നിങ്ങൾക്ക് ഇവിടെ ലേഔട്ട്, ബ്രാൻഡിംഗ്, ബേസിക് ഇൻഫോ എന്ന ഇൻഫർമേഷൻ എല്ലാം കിട്ടും. അപ്പോൾ ഇത് എന്തെല്ലാം എന്ന് നോക്കാം. അതായത് ഇവിടെ ലേഔട്ട് എന്നതിൽ നമുക്ക് കുറച്ച് കാര്യങ്ങളെല്ലാം സെറ്റ് ചെയ്യാൻ സാധിക്കും. ഏതൊരു ചാനലിനും വളരെ ഇമ്പോർട്ടൻ്റ് ആയ കാര്യമാണ് ഇവിടെയുള്ളത്. ആദ്യത്തെ ഓപ്ഷൻ എന്ന് പറയുന്നത് നമുക്കിവിടെ ഒരു ചാനൽ ട്രെയിലർ കൊടുക്കാം. അതായത് നമ്മുടെ ഫീച്ചേർഡ് വീഡിയോ ഇവിടെ ആഡ് ചെയ്യാം. അതായത് സബ്സ്ക്രൈബ് ചെയ്യാത്ത ആളുകൾക്ക് ആദ്യമായി നമ്മുടെ ചാനലിൽ വരുമ്പോൾ ഈ ഒരു വീഡിയോ ആണ് ഡിസ്പ്ലേ ചെയ്യുക. അതിനാൽ തന്നെ കുറച്ച് ഫീച്ചേർഡ് ആയ നല്ല വീഡിയോ എല്ലാം ഇവിടെ ആഡ് ചെയ്യുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ നമ്മുടെ ചാനൽ കാണുമ്പോൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനെല്ലാം ഇത് സഹായിക്കും. അതുപോലെ രണ്ടാമത്തെ ഒരു ഓപ്ഷൻ ഉണ്ട്. ഇവിടെയും നമുക്കൊരു ഫീച്ചേർഡ് വീഡിയോ ആഡ് ചെയ്യാം. ഇത് എയിം ചെയ്യുന്നത് റിട്ടേണിംഗ് സബ്സ്ക്രൈബേഴ്സിനെയാണ്. നമ്മുടെ സബ്സ്ക്രൈബർ തിരിച്ചു വരുന്നതിന് വേണ്ടി നമ്മൾ ഇവിടെ ഇത്തരത്തിൽ ഒരു വീഡിയോ ആഡ് ചെയ്യാം. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമുള്ളപ്പോൾ ചേഞ്ച് ചെയ്യാനുള്ള ഓപ്ഷൻ എല്ലാം കിട്ടും. ഇപ്പോൾ നിലവിൽ ഞാൻ ഇവിടെ 2 വീഡിയോ ആഡ് ചെയ്തിട്ടുണ്ട്. ഇതിനു താഴെയാണ് ഫീച്ചേർഡ് സെഷൻസ് എന്നൊരു ഓപ്ഷൻ വന്നിരിക്കുന്നത്. നമ്മുടെ ഹോം പേജിൽ എങ്ങനെയാണ് വീഡിയോ വരേണ്ടത് എന്നതാണ് നമ്മൾ ഇവിടെ സെറ്റ് ചെയ്യുന്നത്. അതായത് ഒരു വ്യൂവർ നമ്മുടെ ചാനൽ ഓപ്പൺ ചെയ്യുമ്പോൾ ഏത് ക്രമത്തിലാണ് നമ്മുടെ വീഡിയോസ് എല്ലാം കാണിക്കേണ്ടത് എന്ന് നമുക്കിവിടെ സെറ്റ് ചെയ്യാൻ സാധിക്കും. ഇപ്പോൾ ഇവിടെ ഞാൻ കൊടുത്തിരിക്കുന്നത് ഷോർട്സ് വീഡിയോസ്, അതിന് താഴെയായി വീഡിയോസ് എന്നെല്ലാം കൊടുത്തിട്ടുണ്ട്. നമുക്കിവിടെ പോപ്പുലർ വീഡിയോസ് എന്നാണ് ആദ്യമായി സെലക്ട് ചെയ്യുന്നതെങ്കിൽ നമ്മുടെ ചാനലിൽ ഏറ്റവും കൂടുതൽ ആളുകൾ കണ്ട വീഡിയോസ് ആണ് വ്യൂവേഴ്സ് ആദ്യം നമ്മുടെ ചാനൽ ഓപ്പൺ ചെയ്യുമ്പോൾ കാണാൻ സാധിക്കുക. അതുപോലെ നമുക്ക് ഇവിടെ കുറച്ച് ഓപ്ഷൻസ് എല്ലാം കിട്ടുന്നുണ്ട്. പ്ലേലിസ്റ്റ് രീതിയിൽ നമുക്ക് ഇതിനെ അറേഞ്ച് ചെയ്യാൻ സാധിക്കും. അതായത് നിങ്ങൾക്ക് ഏതെങ്കിലും പ്ലേലിസ്റ്റ് ആദ്യമായി വരണമെങ്കിൽ അത്തരത്തിൽ നിങ്ങൾ ഇവിടെ പ്ലേലിസ്റ്റ് സെലക്ട് ചെയ്ത്
അത് ആദ്യത്തിൽ കൊടുക്കാം. അങ്ങനെയാകുമ്പോൾ നമ്മുടെ ചാനലിൽ ആരെങ്കിലും ഓപ്പൺ ചെയ്ത് നമ്മുടെ ചാനലെല്ലാം നോക്കുമ്പോൾ നമ്മുടെ ആ പ്ലേലിസ്റ്റാണ് ഏറ്റവും ആദ്യത്തിൽ കാണിക്കുക. ഇത്തരത്തിൽ നമ്മുടെ വീഡിയോ ക്രമമെല്ലാം അറേഞ്ച് ചെയ്യുന്നതിനാണ് ഈ ഒരു ഓപ്ഷൻ വന്നിരിക്കുന്നത്. ഇനി അടുത്തതായി വന്നിരിക്കുന്നതാണ് ബ്രാൻഡിംഗ് എന്നത്. ബ്രാൻഡിംഗ് എന്നതിൽ നമ്മൾ ചെയ്യേണ്ടത് നമ്മുടെ പ്രൊഫൈൽ പിക്ചർ ആഡ് ചെയ്യണം. അതുപോലെ നമ്മുടെ ബാനർ ഇമേജ് ആഡ് ചെയ്യണം. ഇനി നമുക്ക് ഇതുപോലെ ഒരു വീഡിയോ വാട്ടർമാർക്കും ഇവിടെ കൊടുക്കാം. അതായത് വീഡിയോ പ്ലേ ചെയ്യുമ്പോൾ എൻഡിലായി സൈഡിലായി നമുക്ക് സബ്സ്ക്രൈബ് എന്നോ അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും ലോഗോ അല്ലെങ്കിൽ നമ്മുടെ ചാനലിൻ്റെ പേര് ഇത്തരത്തിലെല്ലാം നമുക്കിവിടെ വീഡിയോ വാട്ടർമാർക്കായി സെറ്റ് ചെയ്യാൻ സാധിക്കും. ഇത് തന്നെ പല രീതിയിലെല്ലാം നമുക്ക് ആഡ് ചെയ്യാൻ സാധിക്കും. അതായത് എൻഡ് ഓഫ് ദി വീഡിയോ നമ്മൾ വീഡിയോ പ്ലേ ചെയ്തതിന് ശേഷം അവസാനത്തിൽ വരുമ്പോൾ മാത്രമായി ഇത് കാണിക്കണോ, അതോ വീഡിയോയുടെ സ്റ്റാർട്ടിങ്ങിൽ ഇത് കാണിക്കണോ, അതോ ഇത് വീഡിയോ പ്ലേ ചെയ്യുമ്പോൾ എല്ലാ സമയവും ഈ ഒരു ഓപ്ഷൻ കാണിക്കണോ, ഇതെല്ലാമാണ് നമ്മൾ ഇവിടെ സെലക്ട് ചെയ്യുന്നത്. ഇത്തരത്തിൽ നിങ്ങൾ മൂന്നാമത്തെ ഓപ്ഷനാണ് സെലക്ട് ചെയ്യുന്നതെങ്കിൽ നിങ്ങളുടെ വീഡിയോ പ്ലേ ആകുമ്പോൾ എപ്പോഴും ഈ കൊടുത്തിരിക്കുന്ന സബ്സ്ക്രൈബ് ബട്ടൺ എല്ലാം അവിടെ കാണിക്കും. ഇനി അടുത്തൊരു ഓപ്ഷനാണ് ബേസിക് ഇൻഫോ. ബേസിക് ഇൻഫോ എന്നത് ഒരു ചാനലിൻ്റെ വളരെ ഇമ്പോർട്ടൻ്റ് ആയ ഒരു കാര്യമാണ്. നമ്മുടെ ചാനൽ ഇത് എന്തിനെക്കുറിച്ചാണ് എന്ന ഒരു ഡിസ്ക്രിപ്ഷൻ തീർച്ചയായും നിങ്ങളുടെ ചാനലിന് നൽകുക. കാരണം നിങ്ങളുടെ ചാനൽ ഗ്രോത്തിന് ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നിങ്ങൾ ഇതുവരെ ഈ ഒരു കാര്യം ശ്രദ്ധിച്ചിട്ടില്ല എങ്കിൽ തീർച്ചയായും ഈ കാര്യം ആഡ് ചെയ്യുക. ഇതെല്ലാമാണ് നമ്മൾ പുതുതായി ഒരു ചാനൽ തുടങ്ങിയാൽ സെറ്റ് ചെയ്യേണ്ട കാര്യങ്ങൾ. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്പെട്ടു എന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ ഫ്രണ്ട്സിനും ഈ ഒരു വീഡിയോ ഉപകാരപ്പെടുമെന്ന് തോന്നിയാൽ അവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. പുതിയ അറിവുകളുമായി മറ്റൊരു വീഡിയോയിൽ കാണാം. താങ്ക്